ഞാൻ നീ ഇത്ര ഒരുങ്ങി വന്നിട്ട് ഞാൻ നിന്നെ പരിഗണിച്ചില്ലേ? വേണ്ട, സാരിയാണ് കേട്ടോ ഇന്ന്. കണ്ടോ? ആ അവിടെ ഇന്നലെ ആ മഞ്ഞുമല കാണാനില്ലായിരുന്നു കേട്ടോ. ഓ വിറ്റാമിൻ ഡി ഉള്ളു കുറച്ച്. എന്റെ മുന്നോ ആപ്പിളിന് വില ചോദിക്കാൻ പോവാട്ടോ. നമുക്ക് മലയാളികളെന്ന് പറഞ്ഞാൽ നമ്മൾ വില കൂട്ടും. ഇവിടെ ഉള്ള വിലയൊന്നും നമുക്ക് കിട്ടത്തില്ല. ഇത് ഒറിജിനൽ ആപ്പിളാണോ? പറത്തി വിടുറേനെ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ കാശ്മീരിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ വേണ്ടി പോകുന്നത് പെഹൽഗാം ആണ്. അപ്പോൾ കണ്ടോ? ആ അവിടെ ഇന്നലെ ആ മഞ്ഞുമല കാണാനില്ലായിരുന്നു കേട്ടോ. ഇന്ന് നല്ല അടിപൊളി വ്യൂ ഗായ്സ്, നല്ല സ്നോ എടാ. അപ്പോൾ എവിടെയൊക്കെ സ്നോ വീണല്ലോ, ഇന്നലെ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഗായ്സ് നമ്മളിന്ന് പോകാൻ പോകുന്നത് പെഹൽഗാമിലാണ് കേട്ടോ. പെഹൽഗാം എന്ന് പറയുന്നത് ഒരു മിനി സ്വിറ്റ്സർലൻഡ് എന്നൊക്കെയാണ് പറയുന്നത്. കാരണം അത്രയ്ക്ക് ഗ്രീനറി, അത്രയ്ക്ക് രസമുള്ള മൗണ്ടെയിൻസും താഴ്വാരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പം ഇവിടുത്തെ പട്ടികൾക്ക് പട്ടി കളിച്ചിട്ടില്ല. കുത്താഗോ ഇന്ന് എന്തൊരു കോൺഫിഡൻസ് റേ. ആരും ജാക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. തോരിത്തപ്പെട്ടൊന്നും എനിക്ക് അറിയത്തില്ല. ഇതേ നമ്മളെ ഡ്രൈവർ ഭയ്യ വന്നിട്ടുണ്ട്. അളിയ മലയാളം പഠിച്ച് പുള്ളി കേട്ടോ. സാധനം കയ്യിലുണ്ടോ? വെൽക്കം. ലെറ്റ്സ് ഗോ ടു പെഹൽഗാം ഗൈസ്. ഇന്ന് അവിടെ പോയി പൊളിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ പറഞ്ഞില്ലേ മൃദുല ഇന്ന് സാരിയാണ് കേട്ടോ. നീ ഇത്ര ഒരുങ്ങി വന്നിട്ട് ഞാൻ നിന്നെ പരിഗണിച്ചില്ലേ? വേണ്ട, സാരിയാണ് കേട്ടോ ഇന്ന് പെഹൽഗാമിൽ വലിയ തണുപ്പില്ലാത്തത് കൊണ്ടാണ് സാരി എടുത്തത്. ആ ഒരു കോൺഫിഡൻസ് കണ്ടാ മതി. ഞാൻ കഴിച്ചു ജാക്കറ്റ് കിട്ടും. എന്റെ സൗണ്ടൊക്കെ മാറി നിങ്ങൾ കണ്ടല്ലോ. എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ കേട്ടോ. എന്റെ സൗണ്ടൊക്കെ മാറി തണുപ്പ് കാരണം. ഞാൻ 5 മണി ആയപ്പോഴേ എന്റെ ഫോണിൽ അലാറം കിട്ടിയിരുന്നു. അമ്മയാ രാവിലെ വന്ന് വിളിച്ചത്. പോണ്ടേ നമുക്കിന്ന്. പിന്നെ മൃദുലയുടെ ഈ സാരി ഉടുപ്പ് കാരണം ഒരുപാട് ടൈം എടുത്ത് കഴിച്ചു. അവള് പെട്ടെന്ന് സാരി കൊടുക്കും. ഞാൻ കൊടുത്താലേ ഉള്ളൂ. അവള് പ്രോയാ കൈ സാരി കൊടുക്കാൻ. അമ്മായിയമ്മ ചുരിദാറും മരുമോള് സാരി എങ്ങനെയുണ്ട് സെറ്റ്. കൊച്ചു ഭയങ്കര കോൺഫിഡൻസിൽ ഇന്ന് കുട്ടീസ് ഒക്കെ ഇട്ട് അടിയിൽ തെർമൽ മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ. തെർമൽ ഇട്ടില്ല, അമ്മ ഇട്ടിട്ടില്ല. നല്ല കാര്യം കേട്ടോ. വാ, ബ്യൂട്ടിഫുൾ സൺ ഗൈസ്, ലുക്ക് അറ്റ് ദാറ്റ്. ഓ വിറ്റാമിൻ ഡി ഉള്ളു കുറച്ച്. എന്റെ മുന്നോ വീട്ടിൽ പോയി ഡി ഒക്കെ കൊള്ളാം. അവിടെ ശരിക്കും ഇവിടെ പിന്നെ ഫുൾ ക്ലീൻ ആണ് കേട്ടോ സിറ്റി. കണ്ടോ ക്ലീൻ ആക്കുന്നുണ്ടോ? ഇവിടെ ഒരു കവർ പോലും ഇടത്തില്ല ആരും. സാധാരണ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ അറിയാമല്ലോ, നമ്മളവിടെയൊക്കെ നാട്ടിൽ മൂന്നാറായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ എല്ലാം ചവറും ഫുഡിന്റെ വേസ്റ്റ് അത് ഇത് നോക്ക്. ഇവിടെ എന്ത് ക്ലീനാ നോക്ക് ഗൈസ്. ഒരിടത്തും ഒരു ഹോട്ടലിന്റെ ഫ്രണ്ടിൽ പോലും ഒരു കവർ കാണത്തില്ല. അതിനൊക്കെ സമ്മതിച്ചേട്ടോ, അവിടെ ഭയങ്കര ക്ലീൻ ആണ്. അയ്യാ യെസ്റ്റർഡേ വി ഈറ്റ് കാശ്മീരി ഡിഷ്. വെരി ടേസ്റ്റി. ഈ റോട്ടില് പണ്ട് പാകിസ്ഥാനായിട്ട് യുദ്ധം നടന്നിട്ട് പാകിസ്ഥാൻ ആ യുദ്ധത്തിൽ തോറ്റായിരുന്നു. അപ്പൊ തോറ്റിട്ട് അവരുടെ ടാങ്ക് ഇവിടെ അവര് കളഞ്ഞിട്ട് എന്താ പോയില്ലേ. ഇതാണ് ആ പറഞ്ഞ ടാങ്ക് എന്ന് പറയുന്നത്. ഈ ഒരു മതിലിന്റെ അപ്പുറം കാണുന്ന ക്യാമ്പാണ് നമ്മുടെ കാശ്മീരിൽ തന്നെ ഏറ്റവും വലിയ ആർമിയുടെ ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് കേട്ടോ. കണ്ടത് ഇവിടെ ഫുള്ള് ഇങ്ങനെ ആർമി എപ്പോഴും ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. വണ്ടിയിലും ടാറിലും മറ്റേ CRPFന്റെ വലിയ ട്രക്കിലും. ഞാൻ ഇന്നലെ കണ്ട് മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ നമ്മളെ ജിപ്സി ക്യാറ്റ്സ് മുകളില് കട്ട് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഗണ്ണൊക്കെ വെച്ചേക്കുന്നത്. നമ്മള് താമസിക്കുന്നിടത്ത് തന്നെ നമ്മള് പോകുമ്പോ ഇങ്ങനെ നോക്കും ജനലിൽ കൂടെ. അടുത്തടുത്ത് വിളിച്ചു പറയുന്നത് ഇന്ന ആളിങ്ങനെ അടുത്തടുത്ത് നോക്കുമ്പോ അടുത്തടുത്ത് രണ്ട് കണ്ണ് മാത്രമേ കാണൂ. അപ്പൊ നമ്മളിപ്പം പൊക്കോണ്ടിരിക്കുന്ന ഈ റോഡ് എന്ന് പറയുന്നത് ശ്രീനഗർ ടു ജമ്മുവിലോട്ട് പോകുന്ന നാഷണൽ ഹൈവേ ആണ്. അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ പുൽവാമ ആ ഒരു ഇൻസിഡന്റ് വന്ന് നടന്നത് ഈ ഒരു റോഡിൽ വെച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ സൈഡ് ഫുള്ള് ആർമീസ് ആയിരുന്നു. അങ്ങോട്ടെല്ലാം ഈ ബോംബൊക്കെ ഡിറ്റക്ട് ചെയ്യുന്ന വണ്ടികളും അതൊക്കെ എല്ലാം ഈ സൈഡിലുണ്ട് കേട്ടോ. നമ്മുടെ ഈ സാഫ്രോൺ ഉണ്ടല്ലോ, കുങ്കുമപ്പൂ, അതിന്റെ ഒരു ഭയങ്കര ആ ഒരു പ്രൊഡക്ഷൻ ഇവിടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വരുന്നവർ അതിന് കുറെ തേപ്പും ഉണ്ട്. കാരണം ഇത് മിക്സ് ഒക്കെ ചെയ്ത് ഈ ഫേക്ക് ആയിട്ടുള്ള കുങ്കുമപ്പൂ ഒക്കെ വെക്കും. അതാണോ സെപ്റ്റംബറിലാണ് കേട്ടോ അതിന്റെ സീസൺ. ഈ ഒരു സൈഡിലൊക്കെയാണ് പറയുന്നത്. ഈ ഒരു സൈഡ്
And construction is not This is a allowed. tree. No, not a tree. It's just like a flowers. Flower. Yes, it's not a tree. ഈ flower, No, this no, flower. no, this is not a flower. This is a master oil. This type. ഇപ്പൊ ഇതിന്റെ സീസൺ അല്ല, അതുകൊണ്ടാണ് കാണാൻ പറ്റുന്നത്. മട്ടൺ ഗൈസ്, കാശ്മീരി മട്ടൺ. Adapuli. ഇതങ്ങോട്ട് എടുത്ത് മസാലയും പിടിച്ച് നമ്മൾ ഗ്രില്ലടിക്കണം. How much 1 kg? 1 kg 650 rupees. 650. 650. Rate is high. No. ഒരു ലോക്കൽ ഒരു മാർക്കറ്റിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഷോപ്പ് എല്ലാം ക്ലോസ്ഡ് ആണ്, കാരണം റമദാൻ ആയതുകൊണ്ട്, നോമ്പായതുകൊണ്ട് എല്ലാവരും ക്ലോസ്ഡ് ആണ് കേട്ടോ. എല്ലാം ഒരു ഉച്ച എല്ലാം ഷോപ്പ് എല്ലാം ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേ എല്ലാം തുറക്കത്തുള്ളൂ. ഇതാണ് ആപ്പിൾ മരം എന്ന് പറയുന്നത്. പക്ഷേ ജൂൺ ജൂലൈയിലൊക്കെ ഇത് നിറച്ച് ആപ്പിൾ പിടിച്ച് കിടക്കും കേട്ടോ. അതാണ് ഡെമോ വെച്ചേക്കുന്നത് കണ്ടോ, എടുത്തായിരിക്കും. പക്ഷെ നമ്മൾ വന്നപ്പോ ഇല പോലും ഇല്ല. മൃദുല പറയട്ടെ, കഴിക്കാൻ വന്നു പറഞ്ഞു. കഴിക്കാൻ വന്നു പറ. തണുത്ത് വിറച്ച് ഇങ്ങനെ വന്ന് ഫുഡ് കഴിക്കായിരിക്കും. ഒരു വിറപ്പും ഇല്ല ഇവിടെ. കള്ളപ്പര പറയില്ലേ, വലിയ ഉണ്ടോ? എന്തൊരു സാധനം. കാശ്മീരി വന്നതിന് ശേഷം ഇവിടെ തീരെ പല്ലിക്കാറും നാക്കൊടിക്കാറും ഇല്ലെന്ന് തോന്നുന്നു. പഞ്ചാബി ഡാല് കറിയും ബട്ടർ റൊട്ടി, നോർമൽ പ്ലെയിൻ റൊട്ടിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ 4 ചായ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞത് ഇവിടുത്തെ 60% ആൾക്കാരെ വരുമാനം എന്ന് പറയുന്നത് നമ്മൾ ടൂറിസ്റ്റുകാർ തന്നെയാണ് കേട്ടോ. നമ്മളെ നിന്നുള്ള വരുമാനമാണ് അവർക്ക് മെയിൻ. പിന്നീട് ബാക്കി ഇവിടുത്തെ സാധനങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നതും ബാറ്റും സാഫ്രോണും ആപ്പിളും ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവിടുത്തെ പിച്ചക്കാർക്ക് വരെ വീടൊക്കെ അത് കാറ്, ഇവിടെ വീടും കാറും ബൈക്കും ഇല്ലാത്ത ഒരാൾ പോലും ഇല്ലെന്നാ പറഞ്ഞത്. കാരണം ഇവിടുത്തെ ആൾക്കാരൊക്കെ അത്യാവശ്യം ഫിനാൻഷ്യലി സെറ്റിൽഡ് ആണ്. നമ്മൾ മഞ്ഞ് കാണാൻ വന്നിട്ട് മഞ്ഞ് കണ്ടിട്ടില്ല. ഇനി നാളെയാണ് നമ്മൾ മഞ്ഞ് കാണാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയുണ്ടാ? ആദ്യം നല്ല ചൂട് സാധനം കഴിച്ചു. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? 16 റൊട്ടി കണ്ണടച്ചങ്ങ് പോയി. ആപ്പിളിന് വില ചോദിക്കാൻ പോവാട്ടോ. നമ്മൾ മലയാളികളെന്ന് പറഞ്ഞാൽ നമ്മൾ വില കൂട്ടും. ഇവിടെ ഉള്ള വിലയൊന്നും നമുക്ക് കിട്ടത്തില്ല കേട്ടോ. നമുക്ക് നല്ല റേറ്റ് കൂട്ടിയാൽ മതി. ചോദിച്ചോക്കെ എത്രയാണ്? നമ്മുടെ ആപ്പിളും ടേസ്റ്റ് അല്ലല്ലോ, ഒരു വേറൊരു ടേസ്റ്റ്. 2 കിലോ 110 രൂപയ്ക്ക് വാങ്ങിച്ചു. 1 കിലോ 110 ആദ്യം പറഞ്ഞത്. ഇവിടെ ഫുള്ള് ആദ്യം പറയുന്ന അങ്ങ് ഒടുക്കത്തെ വിലയായിരിക്കും. അതിന്റെ പാതിയൊക്കെ കാണത്തുള്ളൂ. ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഇത് ഒറിജിനൽ ആപ്പിളാണോ? പന്ന ആപ്പിള് ചുമ്മാ ഇങ്ങനെ ഒരു ഫീലിന് വേണ്ടി കുത്തി വെച്ചേക്കും കേട്ടോ. പിന്നെ ആപ്പിളിന്റെ കുറെ ചട്നി, പിക്കിള്, അതും കാര്യങ്ങളൊക്കെ ഉണ്ടോ. പിക്കിൾ ആപ്പിളിന്റെ പിക്കിള് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ആപ്പിൾ അച്ചാറിന്റെ 1 ഇയർ വാറന്റി ഒക്കെ പറയുന്ന കേസ്. വാറന്റി എന്തുവാ? അച്ചാറിന്റെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചുകൊണ്ടുവന്ന പുതിയ തരുമായിരിക്കും. അതുപോലെ തന്നെ ബാർഗെയിൻ ചെയ്യുമ്പോൾ ഒരു ടെക്നിക്ക് ഉണ്ട്. ഇവർ പറയുന്ന റേറ്റിൽ നമ്മൾ പകുതിയെ പറയൂ, പകുതി പറഞ്ഞിട്ട് അവർ സമ്മതിക്കുന്നില്ല, നമ്മൾ തിരിഞ്ഞിങ്ങനെ നടക്കും. നമ്മൾ പറഞ്ഞ റേറ്റ് അതാണ് ഒരു ട്രിക്ക്. നമ്മളെ നാട്ടില് കിട്ടുന്ന ആപ്പിള് ഒരുമാതിരി മെഴുകെഴുപ്പോ വാക്സ് ചെയ്യും. ഇത് കണ്ടോ, ഇതിന് പുറത്ത് ഒരു വാക്സും ഇല്ല. ഫ്രഷ് സാധനം ഗൈസ്. നോക്ക്, ഫ്രഷ് ആപ്പിൾ ഗൈസ്. ചേട്ടൻ പറയുന്നത് കോണ്ടാക്ട് നമ്പർ എന്ന സീസൺ ആവാൻ നേരത്തെ ഇവിടുന്ന് 2 പെട്ടി ആപ്പിള് കൊറിയർ കേരളത്തിലോട്ട് അയച്ചുതരാം. ഓക്കെ, ഡൺ. അപ്പോൾ നമ്മളിത് പെഹൽഗാമിലോട്ട് എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇനി ഒരു 6 കിലോമീറ്റർ 5 കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ വളവും തിരിവുമുള്ള കുറച്ച് കട്ടറും കാര്യങ്ങളൊക്കെ ഉള്ള റോഡിൽ കൂടെ ട്രാവൽ ചെയ്തു. പക്ഷെ നല്ല താഴ്വാരങ്ങളും മലകളും മഞ്ഞും കാര്യങ്ങളും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. വ്യൂ കണ്ട എല്ലാം ഇതിനൊക്കെ തന്നെ ഉരുളം കല്ലുകളും പിന്നെ വെള്ളം, ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നല്ല അടിപൊളി ഒരു സീനായിരുന്നു കേട്ടോ. ഇവിടെ ഇനി ഡിസംബറൊക്കെ ആകുമ്പം ഈ ഒരു വെള്ളച്ചാട്ടം ഫുള്ള് ഐസും വെള്ളം കുറച്ചേ കാണും.
പ്രവീൺ ആകെ അറിയാവുന്ന 2 വേർഡ് നെഹി, പിന്നെന്താ അറിയാവുന്ന കുച്ച് നെഹി. ഇത് 2 സത്യം പറഞ്ഞ് ഈ 2 ഹിന്ദി ഉള്ളതുകൊണ്ടാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ഇവിടെ പലരും ഹിന്ദി അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല, അല്ല ഇംഗ്ലീഷും അറിയത്തില്ലടാ. അവർക്ക് ഈ കാശ്മീരി ഭാഷ മാത്രമേ ചിലവർക്ക് അറിയത്തുള്ളൂ. നമ്മളെ ഡ്രൈവറിന് ഇംഗ്ലീഷ് അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തോ പെഹൽഗാം എന്ന് എഴുതിയിട്ട് ഒരു സംഭവം, ഒരു ബാഡ്ജൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഈ രാവിലെ മാത്രമേ തണുപ്പുള്ളൂ, പിന്നീട് വലിയ തണുപ്പില്ല. മുറുതാണ്ട സാരി കൊടുത്ത് എന്റെ പൊന്നോ. എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെയുണ്ട്? ഓ, ഈ അമ്മയെ കാണുമ്പോ എനിക്ക് ചിരി വരുന്നൊക്കെ വെച്ചിട്ട്. നൈസ് പറവാ പറത്തി വിടുറതിനെ. ഇവിടെ പെഹൽഗാം എന്ന് എഴുതിയിട്ട് ഒരു സെൽഫി പോയിന്റ് എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്തൊക്കെ ഇരുന്ന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സും. ലുക്ക് അറ്റ് ദാറ്റ് ഗൈസ്, ഓ അടിപൊളി അല്ലേ. അമ്മയുടെ പുറകെ നടന്ന് കച്ചവടക്കാർ ഹിന്ദി പറയുന്നത്, അമ്മയ്ക്കാണെങ്കിൽ. പക്ഷെ ഈ സ്ഥലം സൂപ്പർ അല്ലേ അമ്മ? ഇവിടെ നമ്മൾ കുറെ നേരം സ്പെൻഡ് ചെയ്ത് കഴിച്ച് ഫോട്ടോയും വീഡിയോ എടുത്ത് രക്ഷയില്ല കേട്ടോ. നമ്മൾ ഡാൻസ് ഒന്നും കളിച്ചാൽ വീർക്കത്തൊന്നുമില്ല. അതിനെ സാരി കൊടുത്തൊക്കെ തിളങ്ങ തന്നെ പെഹൽഗാമി കൂടെ. ഗൈസ്, ഇപ്പോൾ നമ്മൾ പെഹൽഗാമിന്റെ ആ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നോട്ടെ. ഇവിടെ വെള്ളമൊക്കെ ആവും, അതെ സമ്മർ സീസണിൽ ഇത്രയും വെള്ളം ആവും കേട്ടോ പറയുന്നത്. അപ്പോൾ റിവർ റാഫ്റ്റിങ്ങും മറ്റേ പരിപാടിയും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പെഹൽഗാമിന് ഏറ്റവും ഫേമസ് ഹോഴ്സ് റൈഡ് ആണ്. പക്ഷേ നമ്മൾ ഹോഴ്സ് റൈഡ് ചെയ്യുന്നില്ല അല്ലേ ഗൈസ്? അപ്പം അമ്മയ്ക്കും മൃദുലയ്ക്കും ഹോഴ്സ് റൈഡ് പറ്റത്തില്ല, അതുകൊണ്ട് നമ്മളും പോകുന്നില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഹോഴ്സ് റൈഡ് ചെയ്യായിരുന്നു, വേണ്ടെന്ന് വിചാരിച്ചു. ഹോഴ്സ് റൈഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ നടുവേദനയ്ക്കും അവർക്ക് ഒട്ടും പറ്റത്തില്ല കേട്ടോ. അതെ അതെ, മഞ്ഞുമലകൾ കാണാൻ കൊതിയാവുന്നു, മഞ്ഞത്തിറങ്ങാനും കൊതിയാവുന്നു. നാളെ ആയിരിക്കും അത് കേട്ടോ. കുറെ ചേട്ടന്മാരെ ഒന്ന് ക്രിക്കറ്റായി കളിക്കുന്ന കേട്ടോ. കളിക്കുന്ന ക്രിക്കറ്റ് കളിക്കുന്ന ഇപ്പൊ നമ്മളിത് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് ഇവിടെ ഒരു ബ്രിഡ്ജിൽ ഇറങ്ങി കേട്ടോ. ലുക്ക് ഭയങ്കര ഹൈറ്റാണ്. നമ്മളിത് ഒരു ചെറിയ വഴിയുണ്ട്, അതിലേ കൂടെ നമ്മളിങ്ങനെ നടന്ന്. ആ ശരിയാ, നമുക്ക് ഒരു പാറയുടെ മുകളിലാട്ടോ ബ്രിഡ്ജ് പണിഞ്ഞു വെച്ചേക്കുന്നത്. തണുപ്പുണ്ടാ? മലയുടെ മുകളിൽ നിന്ന് മഞ്ഞുരുവി വരുന്ന വെള്ളമാണ് കേട്ടോ ഇത്. ഗൈസ്, ഇപ്പൊ നമ്മളിതേ ആ ഒരു പാലം കയറി ഇറങ്ങി കേട്ടോ. ഇവിടെ ഒരു ഷീറ്റ് ഇട്ട ചെറിയൊരു വീടുകളൊക്കെ എന്തോ പണിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിന്റെ മുകളിലോട്ട് ഫുള്ള് പൈൻ മരങ്ങളൊക്കെ ആട്ടോ, നല്ല ഹൈറ്റ് ആണ്. കയറി പോകാതിരിക്കാൻ വേണ്ടിട്ട് വേലിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടം വരെ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. മറ്റേ കരടിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ ചേട്ടൻ പറഞ്ഞു കേട്ടില്ലേ ഗൈസ്? ഭയങ്കര തണുത്ത കാറ്റ് ഗൈസ് വരുന്നത് ആണല്ലേ. ആപ്പിൾ ജ്യൂസ് പറഞ്ഞു കേട്ടോ. എന്താ ചായ കണക്കിരിക്കുന്നത്? കുടിച്ചു നോക്ക്, ഇളവി മസാലയൊക്കെ ഇടുന്നതാണോ എന്തോ ഇവര്? ഗൈസ്, അപ്പോൾ നമ്മളിത് ക്രിക്കറ്റ് ബാറ്റ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മളിത് പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് ഇതിൻ്റെ ഇവിടെ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതെന്തോ ഇവിടെ മാത്രം പിടിക്കുന്ന ഒരു സൈസ് മരമാണ്. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞത്, ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. ഇവിടെ ഇഷ്ടംപോലെയും ക്രിക്കറ്റ് ബാറ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്ന കുറേ പ്ലാന്റ് ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് മൊത്തം തടികൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഷോപ്പിൽ വന്നിരിക്കുകയാണ്. ബാറ്റിനൊക്കെ അത്യാവശ്യം റേറ്റ് കുറവാണെന്നാണ് പറയണത്. അവിടെ കൊച്ചിയുടെ ബാറ്റ് ഒരെണ്ണെടുത്ത് നോക്കിയതുണ്ട്. വെയിറ്റ് ഉണ്ടോടാ? ചെറിയൊരു വെയിറ്റ് ഉണ്ട്. നമ്മളവിടെ ബാറ്റിന് 2000 രൂപ 3000 രൂപയ്ക്ക്
500 രൂപയുള്ളൂ. നമ്മൾ VR ഹെഡ്സെറ്റ് വാങ്ങിച്ചായിരുന്നു, VR ഹെഡ്സെറ്റ്. അപ്പൊ അതിനകത്ത് ഈ ഒരു സാധനം വെച്ച് കളിക്കാൻ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് അല്ലാതെ വലിയ ബാറ്റിട്ട് നമ്മൾ എവിടെ പോയി കളിക്കാൻ, ഈ ടർഫിലൊക്കെ പോകണം. ബാറ്റ് വാങ്ങാൻ ഭയങ്കര ലാഭം കേട്ടോ. നമ്മളോട് 1200 1500 ബാറ്റൊക്കെ ഇവിടെ വെറും 500 ഉള്ളു. കണ്ടോ അതുകൊണ്ട് കണ്ടോ അവിടെ തടി വെച്ചിരിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഈ ഒരു തടി ഇങ്ങനെ പഴകാൻ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഫുൾ ഈ സൈഡ് ഫുള്ള് റോഡ് സൈഡ് ഫുള്ള് ഇങ്ങനത്തെ ഫാക്ടറീസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പഴകി ഇതിൽ നിന്നാണ് ഇവരിങ്ങനെ ബാറ്റ് ഉണ്ടാക്കിയെടുക്കണം. ഭയങ്കര ഈ മരം ഇവിടെ മാത്രമേ ഉണ്ടാകത്തൂ എന്നാണ് ഈ ഡ്രൈവർ പറഞ്ഞത്. എനിക്ക് എത്രത്തോളം അതിനെപ്പറ്റി അറിയാൻ വയ്യ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇതേ റൂമിലെത്തിയിട്ടുണ്ട്. ഇതേ അമ്മ മാഗിയൊക്കെ ഉണ്ടാക്കി. ഇന്ന് നമ്മൾ ഇവിടെ തന്നെ റൂമിൽ തന്നെ കുക്ക് ചെയ്യാന്ന് വിചാരിച്ചു ഗൈസ്. മാഗി അച്ചാറ് വാങ്ങിച്ചു കേട്ടോ. ഇവിടുന്ന് ഒരു അച്ചാറും വാങ്ങിച്ച് മാഗിയും വാങ്ങിച്ച് അതിനകത്ത് കുറച്ച് കെറ്റിലിട്ട് നമ്മൾ വേവിച്ച്. എങ്ങനെ ഉണ്ടാ? ഈ എണ്ണ കഴിക്കുക. ഇത് മസ്റ്റാർഡ് ഓയില. ഇത് മസ്റ്റാർഡ് ഓയില ഇവിടുത്തെ. നമ്മള് സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഗായ്സ് കൊച്ചു അങ്ങനെ 7-8 ദിവസത്തിന് ശേഷം കുളിച്ചിരിക്കുന്നു ഇന്ന്. എന്റെ പൊന്നു ഗായ്സ് കൊച്ചു കുളിയേ ഒരാഴ്ചയായി കൊച്ചു കുളിച്ചിട്ട്. വൃത്തിയായതാണ്ടേ 10 ദിവസം ഇല്ലടാ നീ. ഞാൻ ആ ട്രെയിനിൽ നിന്ന് കേറിയിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ കുളിച്ചായിരുന്നു. ഇവൻ ഇന്നാണ് കുളിക്കണ. ഇവൻ നാണം ഉണ്ടടാ. ഞാൻ പുറം കഴിവായിരുന്നു ഒരു ദിവസം. എന്റെ പൊന്നു ഗായ്സ് ഇവിടെ എന്തിനു പോയാ എന്ത് ചെയ്യാൻ പറ്റത്തില്ല സത്യം പറയാല്ലേ. ഹോട്ട് വാട്ടർ ഉണ്ട്, ഹോട്ട് വാട്ടർ. ഇവിടെ കഴിവിയാ ഇവിടെ എണീറ്റിരിക്കും. സീരിയസ്ലി ഗായ്സ് നിങ്ങൾ എല്ലാരും പറഞ്ഞു നമ്മൾ 2 ദിവസം കാശ്മീർ വന്നിട്ട് നിങ്ങൾ മഞ്ഞൊന്നും കണ്ടില്ലേന്ന്. നാളെ നമ്മള് മഞ്ഞ് കാണാൻ വേണ്ടി പോകണം. ഇന്ന് 2 ദിവസം നമ്മൾ പോയത് ഫസ്റ്റ് നമ്മൾ ലോക്കൽ സൈറ്റ് സീയിങ്ങും പിന്നെ ഇന്ന് പെഹൽഗാമുമാണ്. പെഹൽഗാം സ്നോയും കാര്യങ്ങളൊന്നും ഇല്ല. സീസൺ സമയത്ത് മാത്രമേ സ്നോ കാണത്തുള്ളൂ. പെഹൽഗാം ഇതൊരു താഴ്വരയാണ് കേസ്. നിങ്ങളൊന്ന് കണ്ടില്ലേ? നല്ല അടിപൊളി ഒരു നദികളും വെള്ളച്ചാട്ടങ്ങളും താഴ്വരകളും മരങ്ങളും പൈൻ മരങ്ങളും ഒക്കെ ആയിട്ടുള്ള അടിപൊളി സ്ഥലമായിരുന്നു. അമ്മയ്ക്കും മൃദുലയ്ക്കും ഇതിനകത്ത് കയറാൻ പറ്റിയില്ല. മീൻസ് അവർക്ക് കുതിരയെ പുറത്ത് കയറാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ അവരെ കാറി ഇരുത്തിട്ട് നമ്മളുടെ ഒറ്റയ്ക്ക് പോകണം. അതൊരു വൈബില്ല. സ്കൂളിൽ നമ്മൾ ബുക്കൊക്കെ മേടിക്കുമല്ലേ, അതിന്റെ ഫ്രണ്ട് പേജിൽ ഓരോ പടങ്ങൾ കൊടുക്കുക. അതുപോലത്തെ സ്ഥലങ്ങളായിരുന്നു മൊത്തം. ആണല്ലേ? സത്യല്ലേ? അതെ നാളെ നമ്മള് നേരെ നാളത്തെ വീഡിയോ കണ്ട കൈസ് നാളെ സ്പെഷ്യലാണ്. നാളെയാണ് അമ്മയുടെയും ഒക്കെ വലിയ ആഗ്രഹങ്ങൾ നമ്മുടെയൊക്കെ പൂവണിയാൻ പോകുന്ന ദിവസം. നമ്മൾ ഇത്രയും നമ്മൾ അവിടുന്ന് ഇവിടം വരെ വന്നത്. അപ്പൊ ഗൈസ് ഈ വീഡിയോ നമ്മൾ ഇന്ന് പെഹൽഗാം പോയി അടിച്ചു പൊളിച്ചൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ ഹാപ്പി ആയിട്ട് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. നമ്മൾ ഫുഡൊക്കെ ഇന്ന് ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. ബ്രെഡും നമ്മൾ വരുന്ന വഴിക്ക് മുട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഗൈസ് ആപ്പിൾ സ്റ്റോക്ക് നമ്മൾ വരുന്ന വഴിക്ക് 2 കവർ ആപ്പിളും കൂടി വീണ്ടും വാങ്ങിച്ചു. നല്ല കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ നാളെ കാണാം നമുക്ക്. അപ്പൊ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബ്രെഡ് കാണുന്നവരെ ബൈ.